നമുക്കിന്നൊരു സ്പൈസി മിക്സഡ് റൈസ് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ പൊന്നേരിയുടെ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുഞ്ഞു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഞാൻ വേവിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ദെൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക്, കുറച്ച് കുഞ്ഞുള്ളി, അതായത് ഒരു 20 എണ്ണം, 10 to 15 ഗാർലിക് എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ സ്ലൈസ് ആക്കിയത്, കുറച്ച് പുളി, കുറച്ച് വറ്റൽ മുളക്, അതേപോലെ തന്നെ ആവശ്യത്തിന് കറി ലീവ്സ്. ഇത് ഇത്രയും കൂടെ ഞാൻ കോക്കനട്ട് ഓയിലിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. ആക്ച്വലി ഇന്ന് ലഞ്ചിന് ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ട് ഈ ഒരു റെസിപ്പി അങ്ങ് ഉണ്ടാക്കാമെന്ന്. ഈ വറ്റൽമുളകിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി എരിവ് വേണ്ടാത്തവർക്ക് അത് 1-2 പീസ് മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും. ഞാൻ ഈ കല്ല് വെച്ചൊന്ന് നോക്കിയിട്ട് പിന്നെ മൺചട്ടി ആയത് കാരണം ഞാൻ അല്ലാതെ തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ മുളക് വറുത്തതിൽ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. നല്ലോണം എരിവ് പോലെ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി തോന്നി. അതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ ആ ഗ്രൈൻഡ് ചെയ്ത് ഇട്ടിട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തത് ഡിന്നറിനത്തേക്ക് കൂടി അപ്പോൾ ഈസി ആവുമല്ലോ. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തത് ഓംലെറ്റ് ആണ്. അതായത് കുറച്ച് കോക്കനട്ട് ഓയിലിൽ ക്രഷ്ഡ് പെപ്പറും സോൾട്ടും കൂടെ ഇട്ട് മുട്ടേനെ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നല്ലോണം ടേസ്റ്റ് ആയിരുന്നു ഇത്. എല്ലാവരും പറ്റുമെങ്കിൽ ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.